നമ്മുടെ വീടുകളിലൊക്കെ മുതിർന്ന ആളുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയും, എത്ര പെട്ടെന്നാണ് നീയൊക്കെ വളർന്ന് വലിയ ആളായത്, അല്ലെങ്കിൽ നല്ല ഹൈറ്റ് വെച്ച് വലിയ ആളായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറയുന്നത്? ഓക്കെ, അപ്പോൾ സൈക്കോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം യുവർ സൈക്കോളജി ഫാക്കൽറ്റി ഫാത്തിമ ഷിറീൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ, അതായത് MA സൈക്കോളജി ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ രണ്ടാമത്തെ ഒരു പേപ്പറാണ് ലൈഫ് സ്പാൻ സൈക്കോളജി എന്നുള്ള ഒരു പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്? അതായത് നമ്മൾ ഒരു കുഞ്ഞായി മുതൽ നമ്മൾ ഏറ്റവും, അതായത് വയസ്സ് മുതിർന്ന ആളാവുന്ന വരെയുള്ള നമ്മുടെ ആ ഒരു ലൈഫ് ലോങ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ജീവിതത്തിൽ ഉണ്ടാവുന്ന നമ്മുടെ ഫിസിക്കലായിട്ടുള്ള, നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള, നമ്മളെന്താണ് ആ ഒരു സോഷ്യോളജി പരമായിട്ടുള്ള നമ്മുടെ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. എന്താണ് ഒരു ഡെവലപ്മെൻറ്റ്? ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു ത്രൂ ഔട്ട് നമ്മുടെ ലൈഫ് സ്പാനിൽ ഉണ്ടാവുന്ന, അതായത് എന്താണ് നമ്മൾ കൺസെപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ കൺസീവ് ചെയ്തത് മുതൽ നമ്മുടെ ആ ഒരു ഡെത്ത് വരെയുള്ള എന്താണ് പ്രോസസ്സുകളാണ് അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്? ജസ്റ്റ് എന്താണ് നമ്മുടെ ബയോളജിക്കൽ ചേഞ്ചസ് മാത്രമല്ല അല്ലേ, നമുക്ക് എന്താണ് സൈക്കോളജിക്കലായിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ കോഗ്നിറ്റീവായിട്ട്, അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ ആസ്പെക്ട്സിലൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കോഗ്നിറ്റീവായിട്ട് നമുക്ക്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. എന്തൊക്കെ ഏരിയാസിലാണ് വരിക? നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിൽ വരും, നമ്മുടെ എന്താണ് മോറൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ് പല മോറൽ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഓരോ കൺസെപ്റ്റുകളെയും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അത് ഉൾക്കൊള്ളിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെന്താണ് പല കാര്യങ്ങൾ, അതായത് ഓരോ വേർഡ്സിൻ്റെ ഇംഗ്ലീഷ് മലയാളം വേർഡ്സൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് കൺസെപ്റ്റിലായിട്ട് ഒരു കുട്ടിക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അതായത് ഏതാണ് ആപ്പിൾ എന്ന് ചോദിച്ചാൽ എന്താണ് ആ കുട്ടിക്ക് കാണിക്കാൻ കഴിയണം എന്താണ് ഇതാണ് ആപ്പിൾ എന്നുള്ള തരത്തിൽ അല്ലേ? അപ്പോൾ ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആ ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മുടെ ഐഡിയാസ് എന്താണ് മറ്റുള്ളവരോട് നമുക്ക് പറയാൻ എന്താണ് അത്തരത്തിൽ നമ്മൾ കഴിവുണ്ടായിരിക്കണം. ദെൻ സോഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് സൊസൈറ്റിയിലെ ആളുകളോട് എങ്ങനെയാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അല്ലേ? ഇതൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ വരുന്നതാണ്. കൂടാതെ എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, നമ്മുടെ എന്താണ് സെൽഫ് കോൺസെപ്റ്റ്, ഐഡൻറ്റിറ്റി ഫോർമേഷൻ, ഇതൊക്കെ എന്താണ് ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ? അണ്ടറിൽ വരുന്ന ഏരിയാസാണ്. ഒക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ സൈസ് കൂടുക അല്ലേ? നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന ആ ഒരു സമയത്തുള്ള ഒരു സൈസാണോ നമുക്ക് പിന്നീട് നമ്മൾ വളർന്ന് ഒരു അഡൾട്ട് ആവുന്ന സമയത്തുള്ളത്? അല്ലല്ലോ. നമുക്കെന്താണ് ആ ഒരു ഗ്രോത്തിലും അതുപോലെ തന്നെ നമ്മൾ ഹൈറ്റും വെയിറ്റൊക്കെ നമുക്ക് ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ഡെവലപ്മെൻറ്റിന് നമ്മൾ എങ്ങനെ പറയാം, ഒരു മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനെയാണ് അല്ലേ നമ്മൾ എന്താണ് പറയുക, ആ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ എന്താണ് അവിടെ പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് വരാറുണ്ട് അല്ലേ? നമ്മളെന്താണ് നമ്മുടെ ലൈഫിനോട് തന്നെ നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റ് ഉള്ളത്? അതായത് നമ്മുടെ ഒരു നേച്ചറിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സർവൈവലിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് ഉള്ളത് എന്നാണ് എന്താണ് ഈ ഒരു നമുക്കൊരു ഷോർട്ടായിട്ട് ഒരു കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ദെൻ ഗോൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് ചേഞ്ചസ് ആണ്. അതായത് ഒരു ഗോൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞപ്പോൾ നമ്മുടെ എൻവിറോൺമെൻറ്റിന് എന്താണ് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിലാണ് ബാക്കി എല്ലാ ഫിസിക്കലായിട്ടുള്ള എല്ലാ എന്താണ് ഹെൽത്ത് നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്തിനാണ്? മെൻ്റൽ ഹെൽത്തിനാണ്. അപ്പോൾ അതിൽ നമുക്ക് സെൽഫ് ആക്ച്വലൈസ്ഡ് ആവുക എന്നുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം അബ്രഹാം മാസ്ലോൻ്റെ ആ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ് അറിയാം അല്ലേ? അപ്പോൾ നമ്മളത് ഒരു ബേസിക് ലെവൽ മുതൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ലെവൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യണം. അത്തരത്തിൽ എന്താണ് നമ്മൾ മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു എൻവിറോൺമെൻറ്റായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. സോ നമുക്ക്
ഈ ഒരു സെൽഫ് ആക്ച്വലൈസ്ഡ് നമ്മൾ ആയിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നല്ല പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ നല്ല സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ എന്താണ് നമുക്ക് ഓരോരുത്തർക്കും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള എന്താണ് ഇൻട്രസ്റ്റുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റുകൾ എന്താണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ് സോഷ്യലി നമ്മൾ നല്ല രീതിക്ക് അഡ്ജസ്റ്റഡ് ആയിട്ട് നമുക്ക് എന്താണ് അത്തരത്തിലുള്ള ക്വാളിറ്റീസൊക്കെ എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇതിലെന്താണ് പറയാനുള്ളത്. ഓക്കെ, അതായത് ഈ ഒരു ഗോൾസ് ഓഫ് ഡെവലപ്മെന്റൽ ചേഞ്ചസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ടോപ്പിക്കാണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കുട്ടികളിൽ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ജനനം മുതൽ അവർ ആ ഒരു അഡോളസെന്റ് പീരീഡ് എത്തുന്നവരെ അല്ലേ. അപ്പോൾ ഒരു ന്യൂ ബോൺ എന്നുള്ളതിൽ നിന്ന് ടീനേജർ എന്നുള്ള തരത്തിലേക്ക് അവർക്ക് അവരുടെ ആ ഒരു ചേഞ്ച് അല്ലേ എല്ലാ കാര്യങ്ങളിലും, അതായത് മെന്റലി ആയിരിക്കാം, ബയോളജിക്കലി, അതുപോലെ തന്നെ അവരുടെ ആ ഒരു കോഗ്നിറ്റീവ് ലെവല്, ഇത്തരത്തിൽ എല്ലാ തരത്തിലും അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ WHO അവരുടെ ഒരു എഫേർട്ടാണ് അതായത് ഈ ഒരു കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരൊരു ഇന്റർനാഷണൽ എഫേർട്ടാണ്. അതായത് ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് അത്രത്തോളം, അതായത് ഒരു സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഇൻഫാൻറ്റ് എന്നുള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു യങ് ചിൽഡ്രൻ, അതായത് 0 to 5 ഇയേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ജനറേഷനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇന്റർനാഷണൽ എഫേർട്ടാണ് WHO എന്നുള്ള ആ ഒരു അസോസിയേഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യുന്നത്, അവർ ഒരു ഗ്രോത്ത് കർവ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കർവാണ്. അതായത് ഒരു കുട്ടികളുടെ അവരുടെ ഹൈറ്റ്, വെയിറ്റ്, അതായത് ഒരു ക്രോണോളജിക്കൽ ഏജിനനുസരിച്ച് അവരുടെ ആ ഒരു ഹൈറ്റിനെയും വെയിറ്റിനെയും ഒക്കെ കമ്പയർ ചെയ്യുന്ന തരത്തിൽ, അതായത് ഓരോ ഇൻഡിവിജ്വൽ കുട്ടീൻ്റെയും ആ ഒരു ഗ്രോത്ത് പാറ്റേൺ അവരുടെ ആ ഒരു ആവറേജ് ഏജ് ഓഫ് ഗ്രോത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന തരത്തിൽ ഒരു ഗ്രോത്ത് കർവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, അതായത് അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളെയും പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കാരണങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു കുട്ടീൻ്റെ ഡെവലപ്മെൻറ്റ് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ആ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ആ ഒരു എഫേർട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, അതായത് ഒരു പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ വേണ്ട നമ്മളുടെ സൊസൈറ്റിന്ന്, അതുപോലെ തന്നെ അവരുടെ ചൈൽഡ്ഹുഡിലുള്ള എക്സ്പീരിയൻസുകളൊക്കെ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർ വളർന്നു വരുന്ന സമയത്ത് അവരുടെ സൊസൈറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു എൻവിറോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നമുക്ക് പല കാര്യങ്ങൾ കുട്ടികളിൽ നമ്മളിന്ന് പഠിക്കാറുണ്ട് അല്ലേ. നമുക്കറിയാം അവർ പാരൻസ് നിന്ന് പഠിക്കുന്നുണ്ട്, നമ്മുടെ മറ്റുള്ള ഫാമിലിയിലെ റിലേറ്റീവ്സ് നിന്ന്, അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് നിന്ന്, അവരുടെ ആ ഒരു പിയർ ഗ്രൂപ്പിൽ നിന്ന്, അങ്ങനെ ഒട്ടനവധി കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ആ ഒരു സൊസൈറ്റിയിലുള്ള പല ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ ഒരു പേഴ്സണാലിറ്റി ഗ്രോത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പേഴ്സണലി അവർ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൾച്ചറൽ പാറ്റേൺസ് ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ ഏത് കൾച്ചറിലാണോ അവർ ജീവിക്കുന്നത് അത് അവരുടെ പേഴ്സണാലിറ്റീനെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ പല മ്യൂസിക്കുകൾ അല്ലെങ്കിൽ ടെലിവിഷൻ അല്ലെങ്കിൽ പല ഇൻസിഡൻസ് ഒക്കെ അവർക്ക് ഓർത്ത് വെക്കുന്ന, അതായത് അവരുടെ ആ ഒരു പ്രായം എന്ന് പറയുന്ന അവരുടെ മെമ്മറി അത്രക്കും ഷാർപ്പായിരിക്കും അല്ലേ. അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും അവർക്ക് നടന്നു പോകുന്നതൊക്കെ അവർ മനസ്സിലിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഇതിനനുസരിച്ച് മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വ്യക്തികളെ, അതായത് അവരുടെ പാരൻസിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിനെ കണ്ടിട്ടൊക്കെ അവർ പല കാര്യങ്ങളും മോഡൽ ചെയ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻഡ് ആവുന്നുണ്ട്. അതായത് അവർക്ക് ഒരു പേഴ്സണാലിറ്റീനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൾച്ചറിലുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചുറ്റുപാടിലുള്ള പേഴ്സണാലിറ്റികളൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓരോ ഫാക്ടേഴ്സാണ്. ഓക്കെ, ദെൻ നമുക്ക് പറയാനുള്ള പ്ലേസ് എന്ന് പറയുന്നത് ഒരു കുട്ടി ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് അവരെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ നമുക്കതിനെന്താണ് ഒരു ബയോളജിക്കൽ ഫാക്ടറിന് ഒരു അഡീഷൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവരെ ഈ ഒരു കുട്ടികളും വളർന്നു വരുന്ന സമയത്ത് അവർക്ക് അവരുടെ ബോഡി പാർട്സിൽ പലതരത്തിലുള്ള ചേഞ്ചസ് വരാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ മറ്റുള്ളവരോട് എങ്ങനെയാണ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെയാണ് സ്നേഹത്തോടെ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അടുത്ത് എങ്ങനെയാണ് ഇടപഴകേണ്ടതെന്നൊക്കെ ഈ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലാണ് അവർ
പഠിച്ചിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ഒരു കുട്ടികളുടെ കാര്യം നോക്കുന്ന സമയത്ത് നമുക്ക് 4 ഏരിയകളാണ് അല്ലേ. 4 ഏരിയകളിലാണ് അവർക്ക് ആ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ഏതാണ്? ഫിസിക്കൽ. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ഫിസിക്കലായിട്ടുള്ള ഗ്രോത്ത് ആണ് അല്ലേ. അവർക്ക് എന്താണ് ഹൈറ്റിലും വെയിറ്റിലൊക്കെ ചേഞ്ചസ് വരാറുണ്ട്. അതായത് ഓരോ ഇയർ കൂടും തോറും എന്താണ് അവർക്ക് അവരുടെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ ചേഞ്ച് വരാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ എന്താണ് ആ ഒരു എബിലിറ്റീസും എന്താണ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്താണ് അവർ ക്രോൾ ചെയ്യായിരിക്കും അല്ലേ. അതായത് മുട്ടിലിങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നീട് അവരിങ്ങനെ മെല്ലെ എണീക്കാൻ തുടങ്ങും. പിന്നീടാണ് അവർ പതുക്കെ പതുക്കെ നടന്ന് നോക്കാൻ തുടങ്ങും. പിന്നെ അവർ ഓടാൻ തുടങ്ങും. പിന്നെ അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്താണ് അവർ പല അക്ഷരങ്ങളൊക്കെ എന്താണ് എഴുതി തുടങ്ങും. അങ്ങനെ ഇത്തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള ഗ്രോത്ത് ഒക്കെ എന്താണ് ഈ ഒരു മെയിനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ഏരിയയിലുള്ള അവരുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. രണ്ടാമത്തെ എന്താണ് സൈക്കോളജിക്കൽ ആൻഡ് കൊഗ്നിറ്റീവ്. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് സൈക്കോളജിക്കലിയും അതുപോലെ തന്നെ കൊഗ്നിറ്റീവ്ലി എന്താണ് അവർക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതായത് അവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ് ഫ്രഷ് ആണ് അല്ലേ. അപ്പോൾ അതിലുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ് വളരെ കുറവായത് കൊണ്ട് തന്നെ അവർ എല്ലാ കിട്ടുന്ന ഇൻഫർമേഷൻസും എന്താണ് അബ്സോർബ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്താണ് അബ്സോർബ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതായത് നല്ല രീതിയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിലുള്ള അല്ലെങ്കിൽ അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അതിൻ്റെ പേർപ്പസ് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ എന്താണ് അവർക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവർക്ക് കൊഗ്നിറ്റീവ്ലി അവർക്ക് എന്താണ് ആ ഒരു ഡെവലപ്മെൻറ്റ് വേണം. അതുപോലെ തന്നെ അവർ കുറേ ഇൻഫർമേഷൻസ് അവർക്ക് അവരുടെ ഉള്ളിലുണ്ട് അല്ലേ. അപ്പോൾ അതിനെങ്ങനെയാണ് അവർ ഡെവലപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഓർഗനൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചില സമയത്ത് അവർക്ക് പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് അവരുടെ ടീച്ചറോട് അവരുടെ പാരൻസിനോട് അവരെങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെലിഫോൺ നമ്പർ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുടെ അടുത്ത് എന്താണ് നമ്മളെ വീട്ടിലെ നമ്പർ ഓർത്ത് വെക്കാൻ വേണ്ടി പറയാറുണ്ട് അല്ലേ. അപ്പോൾ അവർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുന്നത്. അപ്പോൾ അതിനെന്താണ് അവർക്ക് സൈക്കോളജിക്കലായിട്ടുള്ള അതുപോലെ തന്നെ കൊഗ്നിറ്റീവ് ആ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ് അവർക്ക് അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അടുത്തതായിട്ട് സോഷ്യൽ ആൻഡ് ഇമോഷണൽ. മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ. അവർക്ക് എന്താണ് അവർക്ക് സോഷ്യലായിട്ടും അതുപോലെ തന്നെ ഇമോഷണലായിട്ടും അവർക്ക് എന്താണ് അവർ വളർന്നു വരണതായിട്ടുണ്ട് അല്ലേ. അതായത് എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് കളിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫാമിലിയിൽ അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവരുടെ ഫ്രണ്ട്സിനോട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അങ്ങനെ ഇമോഷണലായിട്ടും അവരുടെ ഫീലിങ്സും ഉണ്ട് അല്ലേ. സോഷ്യലായിട്ട് എന്ന് പറയുമ്പോൾ അവരുടെ ചുറ്റുപാടുള്ള ആളുകളായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്ത് ജീവിക്കണം. അതുപോലെ തന്നെ അവർക്ക് ഇമോഷൻസ് ഉണ്ടാവും അല്ലേ. ആ ഒരു ഇമോഷൻസിനെ അവർ എങ്ങനെയാണ് സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യുക, അതായത് ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ കപ്പാസിറ്റി അവർക്ക് എന്താണ് ഒരു അഡൾട്ടായി മാറുന്ന സമയത്ത് അവർക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഒരു ഇമോഷണൽ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് സെൻസ് ഓഫ് സെൽഫ് എസ്റ്റീം അല്ലേ. സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നല്ലൊരു ധാരണ അതൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് എന്താണ് ഒരു കുട്ടി അതായത് അവർക്ക് എന്താണ് ഡെവലപ്പ് ചെയ്ത് വരേണ്ട സമയത്ത് ഉണ്ടായിരിക്കേണ്ട ഏരിയാസാണ്. അതുപോലെ തന്നെ അവർക്ക് ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു കപ്പാസിറ്റിയും ഉണ്ടായിരിക്കണം ഉള്ളതാണ്. ദെൻ ഫോർത്ത് അതായത് ലാസ്റ്റ് വണ്ണാണ് എന്ത് സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി. അതായത് ആ ഒരു കുട്ടികൾ എന്താണ് വളർന്നു വരുന്ന സമയത്ത് അവർക്ക് ഏത് സെക്ഷുവാലിറ്റി ആണ് അല്ലെങ്കിൽ ഏത് ജെൻഡർ ഐഡൻറ്റിറ്റി ആണ്, അതായത് അവർ ബോയ് ആണോ ഗേൾ ആണോ എന്നൊക്കെ അവർ മനസ്സിലാക്കാറുണ്ട് അല്ലേ. അവരെങ്ങനെയാണ് അത് മനസ്സിലാക്കുക, അതായത് അവരുടെ ഫിസിക്കലായിട്ടുള്ള ആ ഒരു സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു ബോയ് ഉള്ളത് അല്ലെങ്കിൽ ഒരു ഗേൾ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്, അവർക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് അഡോളസൻ പീരീഡ് എത്തുമ്പോഴും പ്യൂബേർട്ടി എത്തുന്ന സമയത്തൊക്കെ എന്താണ് അവർക്ക് പലതരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ആ ഒരു ചേഞ്ചസ് വരാറുണ്ട് അല്ലേ. അപ്പോൾ അപ്പോഴൊക്കെ എന്താണ് അവർക്ക് ഏതാണ് അവരുടെ ആ ഒരു സെക്ഷുവാലിറ്റിയും അതുപോലെ തന്നെ ജെൻഡർ ഐഡൻറ്റിറ്റി ഒക്കെ അവർ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഏരിയാസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ഈ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രിട്ടിക്കൽ പീരിയഡ്സ് അല്ലേ. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ക്രിട്ടിക്കലായിട്ട് എന്താണ് ചില പീരിയഡ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ കുട്ടികൾ അവർ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് എന്താണ് കൂടുതലായിട്ട് ഒരു സ്നേഹിക്കുന്ന പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് അവർക്ക് ലവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഫെക്ഷനായിട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു നല്ലൊരു കെയറിങ് കൊടുക്കുന്ന അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ട് അവരെ സ്നേഹിക്കുന്ന ഒരു പാരൻസിനെയാണ് അവർ കൂടുതലായിട്ട് വിശ്വസിക്കലേ. അതായത് അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പാരൻസിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നതും കൂടുതലായിട്ട് വിശ്വസിക്കുന്നതും. അപ്പോൾ ഇത്തരത്തിലുള്ള അവർക്ക് ഈ ഒരു ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് അതായത് അവർ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് നെഗ്ലക്ഷനാണ് അല്ലെങ്കിൽ എന്താണ്
പാരൻസ് എന്താണ് അത്രത്തോളം അവരെ പരിഗണിക്കുന്നില്ല, അവരെന്താണ് കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര സ്നേഹം നൽകുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് അബ്യൂസിങ് ആണ്. നമുക്കറിയാം ചില പാരൻസ് എന്താണ് അബ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ. എത്ര എന്താ പറയുക ഫാദേഴ്സാണ് കുട്ടികളൊക്കെ അബ്യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു പാരൻറ്റിങ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ആ ഒരു പാരൻസിനോട് അത്രത്തോളം എന്താണ് ആ ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ ഒരു ട്രസ്റ്റ് അവർക്ക് ഉണ്ടാവില്ല. ഒരു ഡിസ്ട്രസ്റ്റ് ആണ് അവിടെ എന്താണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്സ് ആണ്. അതായത് നമുക്ക് ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്സ് പറയുമ്പോൾ അല്ലെങ്കിൽ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഓൺ ഗോയിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ വളർന്നു വരുന്ന സമയത്ത് എന്താണ് നമുക്കത് മാറിക്കൊണ്ടേ ഇരിക്കും അല്ലേ. ഓരോ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. അതായത് നമ്മൾ നമ്മളെ കൺസീവ് ചെയ്തത് മുതൽ എന്താണ് ആ ഒരു മരണം വരെ ഓരോ ഇൻഡിവിജ്വൽസിലും എന്താണ് പലതരത്തിലുള്ള ചേഞ്ചസ് ആണ് നമുക്ക് വരിക. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് പറയുന്ന സമയത്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്കതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പം നമുക്ക് അതിൽ മെയിനായിട്ട് പല ഇഷ്യൂസും വരാറുണ്ട്. അതായത് ഓരോ സ്റ്റേജസിലും നമുക്ക് പലതരത്തിലുള്ള എക്സ്പീരിയൻസുകളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റി ഒക്കെ എന്താണ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട്. അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയറൊക്കെ എന്താണ് അപ്പോഴാണ് അവിടെ ഉണ്ടായി വരാറുള്ളത് അല്ലേ. ആ ഒരു നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ എൻവിറോൺമെൻറ്റിൽ നിന്നുള്ള ഫാക്ടേഴ്സ്, അതായത് ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ്, അതുപോലെ തന്നെ ഇതൊക്കെ എന്താണ് നമ്മുടെ ആ ഒരു ഡെവലപ്മെൻറ്റിനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. സോ നമുക്ക് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയുന്ന സമയത്ത് ഈ ഒരു സൈക്കോളജിയിൽ മാത്രമല്ല എന്താണ് നമുക്ക് ആ ഒരു ഡെവലപ്മെൻറ്റ് പഠിക്കാനുള്ളത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് നമ്മളെ ഒരു ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ സോഷ്യോളജി ഉണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്, നമ്മുടെ ഹെൽത്ത് കെയർ. ഇതൊക്കെ എന്താണ് ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് നമ്മുടെ ആ ഒരു ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് കൂടുതലായിട്ട് ഓരോ വ്യക്തികളും എങ്ങനെയാണ് വളർന്നു വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത് ഒക്കെ നമുക്ക് എന്താണ് കൂടുതലായിട്ട്, അതായത് ഒരു വ്യക്തി കൂടുതലായിട്ട് നല്ല അവരുടെ ഫുൾ പൊട്ടൻഷ്യലിൽ എന്താണ് വളർന്നു വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും എന്താണ് ഇൻഡിവിജ്വലി നമ്മൾ റെഡി ആവേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ആ ഒരു കുട്ടി വളർന്ന സമയത്ത് എന്താണ് നമുക്ക് അവർക്ക് അത്തരത്തിലുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത്. അതായത് ഫുൾ പൊട്ടൻഷ്യലിൽ എന്താണ് ഒരു കുട്ടി വളർന്നു കഴിഞ്ഞാലാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു കൊടുക്കുക. എന്താണ് ഡെവലപ്മെൻറ്റ് സൈക്കോളജി, അതിൻ്റെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു ഡെഫിനിഷൻ പറയാം. ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന് പറയുന്നതാണ് ഇറ്റ് ഇസ് എ ഫീൽഡ് ഓഫ് സൈക്കോളജി വിച്ച് ഇൻവോൾവ്സ് ദ എക്സാമിനേഷൻ ഓഫ് ബോത്ത് കോൺസ്റ്റൻസി ആൻഡ് ചേഞ്ച് ഇൻ ഹ്യൂമൻ ബിഹേവിയർ അക്രോസ് ദ എൻറ്റയർ ലൈഫ് സ്പാൻ ദാറ്റ് ഈസ് ഫ്രം കൺസെപ്ഷൻ ടു ഡെത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമുക്ക് അതായത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് ഹ്യൂമൻ ബീങ്സിന് നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നത്, അതായത് നമ്മുടെ ആ ഒരു എൻറ്റയർ ലൈഫിൽ എന്താണ് വരുന്നത് മാറ്റങ്ങൾ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ എന്താണ് ഡിഫറെൻറ്റ് ഡൊമെയിൻസ് പറയുന്നുണ്ട്. ബയോളജിക്കൽ, സോഷ്യൽ, ഇമോഷണൽ, ദെൻ കോഗ്നിറ്റീവ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ദെൻ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അതായത് ആളുകൾ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്, അവർ ആ ഒരു വളർന്ന സമയത്ത് എങ്ങനെയാണ് മാറുന്നത്, അല്ലെങ്കിൽ അവർ ആ ഒരു ചേഞ്ച് ചെയ്യാത്ത അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഇൻട്രാക്റ്റീവ് ഫോഴ്സസുകളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 4 ഇൻട്രാക്റ്റീവ് ഫോഴ്സസുകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേണം എന്താണ് ബയോളജിക്കൽ ഫോഴ്സ്. ബയോളജിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ബയോളജിക്കലി നമ്മളുടെ ജെനറ്റിക്സ് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമുക്കതിൽ ഒരു നമ്മുടെ എന്താണ് ബയോളജിക്കൽ ഫോഴ്സ് ആയിട്ട് നമുക്ക് പറയാം. അതായത് നമ്മുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ് മെയിനായിട്ട് നമ്മുടെ ജെനറ്റിക്സ് ആണ് അല്ലേ. നമുക്ക് ഹെറിഡിറ്റീവായി കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക്
ഒരു വ്യക്തിയുടെ ഹെൽത്ത്, നമ്മൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഫിസിക്കൽ ഹെൽത്താണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് നല്ലൊരു ഹെൽത്ത് അല്ലെങ്കിൽ എല്ലാ കണ്ടീഷൻസും നമുക്ക് ഓക്കെ ആണെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ ആ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ആ ഒരു ബയോളജിക്കൽ ഫോഴ്സ് എന്താണ്, നമുക്ക് എന്താണ് ആ ഒരു ഗ്രോത്തിന് ഓക്കെ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നത്, പ്രിനാറ്റൽ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, ബ്രെയിൻ മെച്ചുറേഷൻ വരുന്നുണ്ട്, പ്യൂബേർട്ടി, മെനോപോസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ചേഞ്ച് ഇൻ കാർഡിയോവാസ്കുലർ ഫങ്ഷനിങ്, ദെൻ ഡയറ്റ്, എക്സസൈസ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ബയോളജിക്കൽ ഫോഴ്സസ് ആണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും എന്താണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമാണ് എന്ത് ഒരു വ്യക്തിക്ക് ഫിസിക്കലായിട്ട് എന്താണ് ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ ഒരു ഫോഴ്സ് ആണ് സൈക്കോളജിക്കൽ ഫോഴ്സ്. സൈക്കോളജിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഇന്റേണൽ പെർസെപ്റ്റിലാണ് അല്ലേ. ഇന്റേണൽ പെർസെപ്റ്റിൽ, അതുപോലെ തന്നെ കോഗ്നിറ്റീവ്, നമ്മുടെ ഇമോഷണൽ കപ്പാസിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, ഇതൊക്കെ എന്താണ് ആ ഒരു കുട്ടി ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് അവരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവരുടെ ഇൻ്റലിജൻസ്, സെൽഫ് കോൺഫിഡൻസ്, ഹോണസ്റ്റി, അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം, ഇതൊക്കെ എന്താണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫോഴ്സസിന് എന്താണ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ദെൻ സോഷ്യോ കൾച്ചറൽ ഫോഴ്സസ് ആണ് അടുത്തത്. അത് എന്തൊക്കെ വരിക, നമുക്ക് സോഷ്യോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു സൊസൈറ്റി റിലേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻസ് അല്ലെങ്കിൽ ഇന്റർപേഴ്സണലായിട്ട് നമ്മൾ മറ്റുള്ള ആളുകളെടുത്താണ് ഇടപഴകുന്ന സമയത്ത്, അല്ലെങ്കിൽ സൊസൈറ്റിയിലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എത്തിക്കൽ ഫാക്ടേഴ്സ് ആണ് ഈ ഒരു സോഷ്യോ കൾച്ചറൽ ഫോഴ്സസിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവർ ആളുകളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെൻറ്റിന് ഇൻട്രാക്ട് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു ഏരിയയിൽ എന്താണ് ഡെവലപ്പ് ആ ഒരു കുട്ടിക്ക് ഡെവലപ്പ് ചെയ്ത് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ചുറ്റുപാടുള്ള അവരുടെ ഫാമിലി മെമ്പേഴ്സ്, അവരുടെ പിയേഴ്സ്, അതുപോലെ തന്നെ അവരുടെ കോ വർക്കേഴ്സ്, ഇതൊക്കെ എന്താണ് നമുക്ക് പറയാം. അതായത് സൊസൈറ്റിയിലായിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു സോഷ്യോ എന്നുള്ള ഇതിൽ പറയാം. അല്ലെങ്കിൽ കൾച്ചറിൽ നമുക്ക് എന്തൊക്കെ പറയാം, അവർ വളർന്നു വരുന്ന ആ ഒരു കൾച്ചറൽ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവർട്ടി എന്നുള്ളത് എന്താണ് ഒരു സോഷ്യോ കൾച്ചറൽ ഫോഴ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. പോവർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ദാരിദ്ര്യം എന്നാണ് അതിന് മലയാളത്തിൽ മീനിങ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ലൈഫ് സൈക്കിൾ ഫോഴ്സസ്. ലൈഫ് സൈക്കിൾ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഓരോ വ്യക്തികൾക്കും എന്താണ് അവരുടെ ഡിഫറെൻറ്റ് ഏജിൽ ഉണ്ടാവുന്ന സെയിം ഇവൻറ്റ്സ് അല്ലേ. അപ്പോൾ ഈ ഒരു സെയിം ഈവൻറ്റ് നമ്മൾ ഓരോ ലൈഫ് സൈക്കിളിലും നമ്മൾ അതിനെ കാണുന്നത്, നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നതാണ് ഡിഫറെൻറ്റ് ആയിട്ടായിരിക്കും, അതായത് വ്യത്യസ്തമായിട്ടായിരിക്കും നമ്മൾ അതിനെ പെർസീവ് ചെയ്യാം. അപ്പം നമുക്ക് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഫോഴ്സസിൻ്റെ ഒക്കെ ഈ 4 ഫോഴ്സുകൾ എന്താണ് കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തി പൂർണ്ണമായിട്ട് എന്താണ് ഡെവലപ്ഡ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്, ഏതൊരു ഫാമിലി ഉണ്ടാവുന്ന എക്സ്പീരിയൻസുകളാണെങ്കിലും ഓരോ ഇൻഡിവിജ്വൽസിനെ നോക്കുകയാണെങ്കിലും അവർക്ക് അതെന്താണ് ഒരു യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് അല്ലേ. അതായത് ഓരോ ആളുകളും വ്യത്യസ്തമായതുപോലെ തന്നെയാണ് ഓരോ ഇവൻറ്റ് വരുന്ന സമയത്തും അവർ അതിനെ നോക്കി കാണുന്നത് എന്താണ് വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇത്രയും 4 ഫോഴ്സുകളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇഷ്യൂസ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ്. അതായത് നമുക്കറിയാം എന്താണ് ലൈഫ് ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്താണ് കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് അല്ലേ. അതായത് ഒരു വ്യക്തി, അതായത് നോർമലി ഉള്ള ഒരു വ്യക്തി എന്താണ് വളർന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് പല എന്താണ് ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഫങ്ഷനിൽ എന്താണ് പല കാര്യങ്ങളിൽ ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അതിലെന്താ നമുക്ക് സർവൈവിങ് ഡിസബിലിറ്റീസ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ലോസ് ആൻഡ് സെൽഫ് എസ്റ്റീം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒട്ടേറെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൽ പഠിക്കേണ്ട മേജർ ഇഷ്യൂസ് ആയിട്ട് വരുന്നത് 3 ഇഷ്യൂസാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി. അത് പറയുന്നത് എന്താണ്, നമുക്ക് എപ്പോഴും അതായത് ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത് എന്താണ്, അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണോ അതോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളതാണോ. നമുക്കറിയാം എന്താണ് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നമ്മൾക്ക് ആ ഒരു ജനിച്ചത് മുതൽ എന്താണ് നമ്മുടെ ആ ഒരു ലൈഫ് അവസാനിക്കുന്നത് വരെ എന്താണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലേ. നമ്മുടെ എന്താണ് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് അവിടെ. എന്താണ് നമുക്ക് ഏത് സ്റ്റേജ് ആണെങ്കിലും എന്താണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂറ്റിയും അതുപോലെ തന്നെ എന്താണ് ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ളത് ഒരു ഫസ്റ്റ് ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് എന്താണ് സ്റ്റെബിലിറ്റി ആൻഡ് ചേഞ്ച് ആണ്. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പം നമുക്കറിയാം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണോ അല്ലെങ്കിൽ എന്താണ് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു
വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ബിഹേവിയറൽ ട്രെയ്റ്റ്, ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ട്രെയ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അതിനെന്താണ് ചേഞ്ച് ചെയ്യാതിരിക്കാറുണ്ടോ? ചില സമയത്ത് എന്താണ് അത് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോവാറുണ്ട്, ചില സമയത്ത് എന്താണ് അത് ചേഞ്ച് ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ് രണ്ടാമത്തെ ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാം. എന്നാൽ മൂന്നാമത്തെ ഒരു ഇഷ്യൂ ആണ് എന്ത്? നേച്ചർ വേഴ്സസ് നെർച്ചർ. നേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് നമ്മുടെ ആ ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, ദെൻ മറ്റേതാണെങ്കിലോ നേച്ചർ ആണെങ്കിലോ നമുക്ക് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മളൊരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഡെവലപ്പിംഗ് സ്റ്റേജിൽ അവർക്ക് നേച്ചർ ആണോ അല്ലെങ്കിൽ നേച്ചർ ആണോ എന്നുള്ളത് ഇത് എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അല്ലേ? സൈക്കോളജിസ്റ്റുകളൊക്കെ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഈ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിനെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഒരു നേച്ചർ വേഴ്സസ് നേച്ചർ എന്നുള്ളത് എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് 4 സ്റ്റേജുകളാണ്. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. അത് പറയുന്നത് എന്താണ്? നമ്മൾ ജനിച്ചത് മുതൽ നമ്മളുടെ ആ ഒരു 20 വയസ്സ് വരെ, അതായത് ഏർലി ചൈൽഡ്ഹുഡ് ട്രാൻസിഷൻ ബൈ ദ ഏജ് 3. അതായത് 3 ആണ് എന്ത്? നമുക്ക് ആ ഒരു ഏർലി ചൈൽഡ്ഹുഡ് 3 വയസ്സ് വരെയാണ് നമ്മളതിനെ പറയാം അല്ലേ? അപ്പോൾ ആ ഒരു 3 വയസ്സ് മുതലും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ചൈൽഡ്ഹുഡും അഡോളസൻ പീരീഡാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ഏർലി അഡൽട്ട്ഹുഡ്. ഏർലി അഡൽട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 17 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. അതുപോലെ തന്നെ മിഡിൽ അഡൽട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ 40 വയസ്സ് മുതൽ 65 വയസ്സ് വരെയും. പിന്നീട് ലേറ്റ് അഡൽട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് 60 വയസ്സിന് ശേഷമുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേറ്റ് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡൊമൈൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, അതിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ എന്തൊക്കെയാണ്, ഏത് കാറ്റഗറീസ് ആണ് ഈ ഒരു ഡൊമൈൻസിൽ വരുന്നത്? ഫിസിക്കൽ, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ഡൊമൈൻസ് അല്ലേ? അപ്പോൾ അതിൽ ഫിസിക്കൽ ആയിട്ടുള്ളത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസും നമ്മുടെ ആ ഒരു ഫിസിക്കൽ ഗ്രോത്ത് ആണ് ഈ ഒരു ഇതിൽ വരുന്നത്. അതായത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അഡോളസൻ പീരീഡിലൊക്കെ എന്താണ് നമുക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഒരു ഫിസിക്കൽ ഡൊമൈൻ ആയിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? സൈക്കോളജിക്കൽ ഡൊമൈൻ ആണ് അല്ലേ? അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിനോട് ഓരോ ഇൻഡിവിജ്വലും എങ്ങനെയാണ് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെന്താണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഓരോ ഓർഗാനിസംസിനും എന്താണ് നമുക്ക് സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ത്? അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ആദ്യം ആ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവർ പഠിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് സക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ആ ഒരു ഫുഡിനെ എന്താണ് ഇൻജസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ശ്വസിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അവരുടെ ആ ഒരു എൻവിറോൺമെൻറ്റിനോട് എന്താണ് അവർ സർവൈവ് ചെയ്യാൻ പഠിക്കുകയാണ് ഫസ്റ്റ് അവർ ചെയ്യുന്നത്. അതായത് ആ ഒരു മദറിൻ്റെ അതായത് ആ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ എന്താണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ട് എന്താണ് ആ ഒരു കുട്ടി അതായത് അവരുടെ ആ ഒരു എൻവിറോൺമെൻറ്റിൽ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ അതിനോട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള തരത്തിലാണ് അവർ ഓരോ ആളുകളും എന്താണ് വളർന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് സൈക്കോളജിക്കൽ ഡൊമൈൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ എന്താണ് ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റൽ ഡൊമൈൻ ആണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് എന്തൊക്കെയാണ് വരുന്നത്? നമ്മൾ എങ്ങനെയാണ് ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് നമുക്ക് നടക്കുന്നത് അല്ലെങ്കിൽ അറ്റൻഷൻ, പെർസെപ്ഷൻ, മെമ്മറി ഇത്തരത്തിലുള്ള ഈ പ്രോസസ്സുകളൊക്കെ നമ്മൾക്ക് എങ്ങനെയാണ് ഓരോ കുട്ടിയിലും അതായത് അവർക്ക് ഇൻഫർമേഷൻസ് എന്താണ് അവർക്ക് ഓരോ മിനിറ്റിലും ധാരാളം ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഇൻഫർമേഷൻസിനെ അവരെങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് ഈ ഒരു കോഗ്നിറ്റീവ് ഡൊമൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഇത് പാർട്ട് 1 ആണ്. നമുക്കൊരു വലിയ പാഠം ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ എന്താണ് താഴെ അതിൻ്റെ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.